നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. ഏകദേശം 2 വർഷത്തെ നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് ഗ്രീഷ്മയാണ് ഷാരോണിനെ കൊന്നതെന്നുള്ളത് തെളിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്നുള്ളത്. ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് 2022 ഒക്ടോബർ 14 അന്നേ ദിവസം തൻ്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം തൻ്റെ വീട്ടിലുണ്ടായിരുന്ന കഷായത്തിനകത്ത് കീടനാശിനി കൊടുത്തിട്ട് കൊലപാതകം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരു ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2 വർഷമായി വളരെ വലിയൊരു പ്രണയത്തിൽ തന്നെ ആയിരുന്നു. പ്രണയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഷാരോണും ഗ്രീഷ്മയും ഏകദേശം ഒരേ ബസ്സിനകത്തായിരുന്നു വന്നിരുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ 2 കോളേജുകളിലായിരുന്നു, ഒരേ ഒരു കോളേജിൽ അല്ലായിരുന്നു, 2 കോളേജുകളിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ ഈ ഷാരോൺ എന്ന് പറയുന്നത് കേരള സ്വദേശി, പാറശാലയിലുള്ള കേരള സ്വദേശിയായിരുന്നു. പക്ഷേ ഗ്രീഷ്മ തമിഴ്നാട് സ്വദേശിയായിരുന്നു. പക്ഷേ ഗ്രീഷ്മയ്ക്ക് മലയാളം നല്ല രീതിയിൽ അറിയാമായിരുന്നു. അങ്ങനെ ഇവർ പോകുന്ന വഴിയിലായിരുന്നു ഇവർ കണ്ടുമുട്ടിയിരുന്നത്. അങ്ങനെ ആ ഒരു യാത്ര ഒരു സൗഹൃദമാവുകയും ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയുമായിരുന്നു ചെയ്തത്. ഈ പ്രണയത്തിലായതിനു ശേഷം ഇവർ പിന്നീടുള്ള യാത്രകളെല്ലാം ബൈക്കിനകത്തും, അതേപോലെ തന്നെ ഇവർ ബൈക്കുകളിൽ പല കോളേജിൽ പോകുന്നത് പോലെ തന്നെ കോളേജൊക്കെ കട്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ പോവുകയും അങ്ങനെ നല്ലൊരു സ്നേഹവും നല്ലൊരു രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ആ ഒരു കുട്ടിയുടെ വീട്ടുകാർ നോക്കുന്ന സമയത്ത് നല്ല ഡിസ്റ്റിങ്ഷനോടെയൊക്കെ മാർക്കൊക്കെ മേടിച്ച് പാസ്സായിരുന്ന ഒരു കുട്ടി വളരെ മോശമായ രീതിയിലുള്ളൊരു പഠനം കാഴ്ചവെക്കുന്നത് കണ്ട് കാര്യം അന്വേഷിക്കുമ്പോഴായിരുന്നു ഇവരുടെ ഒരു പ്രണയം ഇവർ കണ്ടെത്തുന്നത്. അങ്ങനെ ഈ ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുകയും പിന്നീട് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്കൊരു കല്യാണ ആലോചന കൊണ്ടുവരുന്നത്. ഈ കല്യാണ ആലോചന കൊണ്ടുവരുമ്പോൾ ഗ്രീഷ്മയ്ക്ക് തോന്നുകയാണ് ഈ ഒരു കല്യാണാലോചനയായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്, മറ്റേ ഈ ഷാരോണിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തൻ്റെ ലൈഫ് സെക്യൂർ ആവും എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുക. അങ്ങനെ ഈ ഷാരോണിനെ ഒഴിവാക്കാൻ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ആദ്യമേ തൻ്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യ ഭർത്താവ് മരണപ്പെട്ടു പോകും, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാവണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയും. പക്ഷേ ഷാരോൺ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും കാര്യത്തിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രീഷ്മയെ അവിടെയുള്ളൊരു പള്ളിയിൽ കൊണ്ടുപോയി താലി കെട്ടുകയും അതേപോലെ സിന്ദൂരം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അതേപോലെ തന്നെ ഇനി നമ്മൾ ഒരുപാട് നാൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കുമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഈ ഒരു ഗ്രീഷ്മയുടെ ഉള്ളിൽ കടന്നിരുന്ന ഈ ഒരു ദൂഷിച്ച മനസ്സ് അതിനെ വീണ്ടും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ആ ഒരു ഒഴിവാക്കാൻ പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ചുവാദോഷമുണ്ട്, ഇനി മുമ്പോട്ട് പോയാൽ ശരിയാവത്തില്ല, അതുപോലെ തന്നെ വീട്ടിൽ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ പലത് പറഞ്ഞിട്ടും ഈ ഒരു ഷാരോണിന് സ്നേഹം ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഇവളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ഈ ഒരു ഗ്രീഷ്മയുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കാമെന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഷാരോൺ നിന്നിരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു എൻഗേജ്മെൻ്റൊക്കെ ഇവരുടെ കഴിയുകയാണ്. ഈ ഒരു ഗ്രീഷ്മയുടെയും ഈ പുതിയതായിട്ട് വന്ന ഒരു കല്യാണാലോചനയിലായിരുന്നു, ഒരു ആർമിക്കാരനായിരുന്നു, അദ്ദേഹമായിട്ടുള്ള കല്യാണമല്ല നിശ്ചയമൊക്കെ നടക്കുന്നത്. അന്നേരം ഈ ഒരു ഗ്രീഷ്മയുടെയും ഈ ഒരു ഷാരോണിൻ്റെയും കുറച്ച് പേഴ്സണൽ ഫോട്ടോസൊക്കെ ഷാരോണിൻ്റെ കയ്യിലുണ്ട്. അത് തൻ്റെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാകും എന്നൊക്കെയുള്ളൊരു തോന്നൽ കാരണം ഗ്രീഷ്മ അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ്, ഷാരോണിനെ കൊന്നുകളയാമെന്നുള്ളൊരു ആ ഒരു തീരുമാനത്തിലേക്ക് താൻ ആദ്യം പോകുന്നതും ഇൻ്റർനെറ്റിലൊക്കെ എങ്ങനെ മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ തെളിവുകളൊന്നും അവശേഷിക്കാത്ത രീതിയിൽ കൊല്ലാമെന്നുള്ള രീതിയിലൊക്കെ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് ആദ്യമേ ജ്യൂസ് ചലഞ്ചിലൂടെ ജ്യൂസിനകത്ത് പാരസെറ്റാമോൾ കലക്കി കൊടുക്കാമെന്നുള്ള രീതിയിൽ, പക്ഷെ ആ ഒരു അടവ് പാളുകയായിരുന്നു ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് കയ്പ്പ് കാരണം അവിടെ വെച്ച് തുപ്പിക്കളയുകയും അങ്ങനെ അത് പാളിപ്പോവുകയാണ്. പിന്നീട് ഒരു ദിവസം ഈ ഒരു ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. 2022 ഒക്ടോബർ 13 ഷാരോണിനെ വിളിക്കുകയാണ്, നാളെ ഇന്ന ദിവസം നീ വീട്ടിലോട്ട് വരണം, നിൻ്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അത് തന്നു വിടാമെന്നുള്ള രീതിയിൽ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഷാരോണിനെ അവിടെ ഉണ്ടാകുന്ന ഒരു കഷായം കൊടുക്കുകയാണ്. കഷായം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇതേപോലുള്ള കയ്പ്പ് കാര്യങ്ങളൊന്നും കുടിക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും കുടിക്കും, നിനക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് വാശി കയറ്റിയാണ് ഇത് കുടിപ്പിച്ചിരുന്നത്. പക്ഷേ കുടിക്കുന്ന സമയത്ത് ഈ ഒരു കഷായത്തിനകത്ത് കാപ്പി എന്ന് പറയുന്ന ഒരു കീടനാശിനി കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാപ്പി കലർന്ന കഷായം കുടിക്കുന്ന സമയത്ത്
കുടിച്ച പാടെ തന്നെ ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ശരി ഞാൻ പിന്നെ വരാം എന്നുള്ള രീതിയിൽ പോവുകയാണ്, പുറത്ത് പോവുകയാണ്. പക്ഷേ ഗ്രീഷ്മയുടെ ഒരു അബദ്ധം പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാരോൺ വന്നിരുന്നത് ഷാരോണിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ആയിരുന്നു. പുറത്ത് ഈ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരിക്കലും ഗ്രീഷ്മ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ കയറി ഷാരോൺ പോവുകയാണ്. പോകുന്ന സമയത്തും ഒന്ന് ഛർദ്ദിക്കുകയാണ്. അന്നേരം ചോദിക്കുക കൂട്ടുകാരൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴും ചതിച്ചടാ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ത് പറ്റി, ആരാ ചതിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നീട് പറയാമെന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം 2-3 തവണ ഛർദ്ദിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നെത്തുകയും പിന്നീട് വൈകുന്നേരമായപ്പോൾ തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് തന്നെ ഡിസ്ചാർജായി തിരിച്ച് വീട്ടിൽ വരികയും പിന്നീട് നോക്കുകയാണെങ്കിൽ പിറ്റേന്നത്തെ ദിവസം വായിലും അതേപോലെ തന്നെ തൊണ്ടയിലുമെല്ലാം വലിയ വ്രണങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അത് കാരണം അവിടെയുള്ള ഒരു ENT പോയി കാണിക്കുകയും ENT പോയി കണ്ടിട്ടും വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു രീതിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ സ്ഥിതി ക്രിട്ടിക്കലാകുന്നത് കാരണം അദ്ദേഹത്തെ ICUയിലോട്ട് മാറ്റുകയാണ്. ഏകദേശം 25-ാം തീയതി ആകുമ്പോഴത്തേക്കും അസുഖം മൂർച്ഛിച്ച് വെന്റിലേറ്ററിൽ കിടന്ന് ഈ ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയാണ്. മരണത്തിന് കീഴടങ്ങുന്നതിന് ഏകദേശം 1 ദിവസം മുൻപ് ആണ് തൻ്റെ അച്ഛനോട് പറയുന്നത് ഇതേപോലെ ഞാൻ ഒരു വീട്ടിൽ പോയെന്നും അവിടെ നിന്ന് കഷായം കുടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം അത്രയും ദിവസം പോലും ഈ ഒരു പെണ്ണിനെ കുറ്റക്കാരിയാണെന്ന് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരുന്നതാണ്. പക്ഷേ വേദന ഒട്ടും സഹിക്കാൻ വയ്യ അവസാനം ആരെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഷാരോൺ ഈ ഒരു കാര്യം അവിടെ പറയുന്നത്. എന്നിട്ട് ഈ ഒരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ളൊരു പാറശാലയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ഒരു കേസുകളെല്ലാം പറയുന്ന സമയത്ത് അവർ വേണ്ട ഒരു കാര്യം ഈ ഒരു കേസിന് കൊടുക്കുന്നില്ല. അവരാദ്യമേ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന പറയുന്ന ഈ ഒരു ഗ്രീഷ്മയുടെ വീട്ടിലെത്തുകയും മൊഴിയെടുത്തതിന് ശേഷം ഗ്രീഷ്മയ്ക്ക് ക്ലീൻ ചീട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഷാരോണിൻ്റെ ഒരു ചേട്ടൻ, ഒരു ആയുർവേദ ഡോക്ടർ, അദ്ദേഹം ഈ ഒരു ഗ്രീഷ്മയെ വിളിക്കുകയും വളരെ സംശയപരമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളെല്ലാം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള കഷായമാണ് കൊടുത്തത്, ആ കഷായത്തിനകത്ത് എന്താണ് അടങ്ങിയിട്ടുള്ളത്, അത് എവിടെ നിന്നാണ് വാങ്ങി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും ഇവൾ കൊടുക്കുന്ന ഒരു മറുപടി വളരെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നീട് ഈ ഒരു ഡേറ്റകളെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു സമ്മർദ്ദം മൂലം ഈ ഒരു പോലീസിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു കേസ് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറുകയാണ്. പിന്നീടാണ് ഈ ഒരു കേസ് നല്ല രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഈ ഗ്രീഷ്മയെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചോദ്യം ചെയ്ത് ഒരു മൊഴിയെടുക്കുക എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് മൊഴികളൊന്നും നല്ല വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ചോദ്യം ചെയ്യൽ എന്നുള്ള രീതിയിലേക്ക് മാറുകയും പിന്നെ അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗ്രീഷ്മ ഈ ഒരു കുറ്റം സമ്മതിക്കുകയാണ് ചെയ്തിരുന്നത്. ആദ്യ സമയങ്ങളിൽ ഈ ഒരു കേസിനകത്ത് ഗ്രീഷ്മയുടെ അമ്മയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു മുമ്പോട്ട് പോയിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കീടനാശിനി ഉപയോഗിച്ച കുപ്പി നശിപ്പിച്ച് കളയാനും അത് മേടിച്ചു കൊടുക്കാനും ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഈ ഒരു ഗ്രീഷ്മയുടെ അമ്മാവനെയും ഇതിനകത്ത് കൂട്ടുപ്രതിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരുമായിരുന്നു ഈ ഒരു ക്രൈമിനകത്ത് പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് അമ്മയെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഈ അമ്മാവനെയും അതുപോലെ തന്നെ ഗ്രീഷ്മയും ആണ് കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇനിയിപ്പം വിധി ഈ മാസം 20-ാം തീയതി വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വിധി ഇനി എന്ത് വരും എന്നുള്ളതൊന്നും അറിയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മുടെ നിയമങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഇളവുകൾ സ്ത്രീകൾക്ക് സ്ത്രീ ആണ് എന്നുള്ള പേരിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു ഇഷ്യൂ തന്നെ ഇപ്പം കഴിഞ്ഞ മാസമായിരുന്നു ഒരു ബാംഗ്ലൂർ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തത്. തൻ്റെ ഭാര്യ ആവശ്യമില്ലാത്ത രീതിയിലെല്ലാം കേസ് കൊടുക്കുകയും ആ ഒരു കേസിന് എത്രയൊക്കെ പുള്ളി തെളിയിക്കുമ്പോഴും വീണ്ടും വീണ്ടും പുതിയ കേസുകളൊക്കെ കൊടുത്തിട്ട് ആ ഒരു അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും അതിനകത്ത് ഇപ്പം അവർക്ക് ആ ഒരു ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കും കുറ്റക്കാരാണെന്ന് കണ്ടിട്ട് പോലും അവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതിനൊരു നല്ല വിധി വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണാം. അതുവരെ ബൈ.